എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മെയ് 2, 3 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് LP-UP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെങ്കിലും ഈ ഒരു LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് ഒരു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. LP-UPയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ SCRT ഫാക്ടറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 950 രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ LP-UPയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. അതുപോലെ തന്നെ നമുക്കിനി വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് CPO എക്സാം എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ടാലന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് 3 വോളിയോ ആണ്. ന്യൂ SCRT ഫാക്ടറി ആഡ് ചെയ്തിട്ടുണ്ട്, മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.chalkela.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു അവാർഡാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ട് പേരിന്. അതായത് MB വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് എന്നാണ് അവാർഡിന്റെ പേര്. അപ്പോൾ എന്താണ്? MB വീരേന്ദ്രകുമാർ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് എന്നുള്ളതാണ് അവാർഡിന്റെ പേരെന്ന് പറയുന്നത്. ഈ ഒരു അവാർഡിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ MB വീരേന്ദ്രകുമാർ നമുക്കറിയാം അല്ലേ, അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. സോ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് മാതൃഭൂമി സ്റ്റാർട്ട് ചെയ്തൊരു അവാർഡാണ് ഈ പറയുന്ന MB വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. സോ ഇത്രയും കാര്യം ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അവാർഡ് ആരാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു, അതിന്റെ പ്രൈസ് മണി എത്രയാണെന്ന് പറഞ്ഞു, ദെൻ ഇത് ആരോടുള്ള ആദര സൂചകമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി 2026 ഈ ഒരു അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് സുനിത കൃഷ്ണൻ. ആർക്കാണ്? സുനിത കൃഷ്ണനാണ്. ഈ പറയുന്ന സുനിത കൃഷ്ണൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ സുനിത കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വെച്ചേക്കണം. അതിലൊന്നെന്ന് പറയുന്നത് 1996 ഈ പറയുന്ന സുനിത കൃഷ്ണൻ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഒരു സംഘടനയുണ്ട്. അതിന്റെ പേര് പ്രജ്വല എന്നാണ്. പ്രജ്വല എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന പ്രജ്വല എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മനുഷ്യക്കടത്തിന് ഇരയായവര്, ലൈംഗികമായിട്ടുള്ള ദുരുപയോഗത്തിന് ഇരയായ ആൾക്കാർ, അപ്പൊ ഇവരുടെയൊക്കെ എന്താണ് ഒരു ഉന്നമനത്തിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന പ്രജ്വല എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന സുനിതാകൃഷ്ണന് 2016 എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പത്മശ്രീ ബഹുമതി 2016 കിട്ടിയിട്ടുണ്ട്. സോ സുനിതാകൃഷ്ണന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ദെൻ പ്രജ്വല എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതേ സുനിതാകൃഷ്ണനാണ് 2026 എന്ത് പുരസ്കാരം കിട്ടിയത്? MB വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കെ. ഇനി വീണ്ടും ഒരു അവാർഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് അവാർഡിന്റെ പേര് ഇതാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരെന്നാണ്. അത് VS മഞ്ജുമോളാണ്. സോ ഈ അവാർഡിനെ പറ്റി ഒരു കൃത്യമായ അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മുടെ ദേശീയ തലത്തിൽ കൊടുക്കുന്ന പരമോന്നതമായ നേഴ്സിംഗ് പുരസ്കാരം, അതായത് നേഴ്സിംഗ് മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണ്, നമ്മുടെ ദേശീയ തലത്തിലെ നേഴ്സിംഗ് മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് ഈ പറയുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ്. അപ്പോൾ അതിന് 2026 അർഹയായ മലയാളി ആര് എന്നാണ്. കാരണം വേറെ കുറെ പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അവാർഡിന് അർഹയായ മലയാളി ആര് എന്നാണ്. അത് VS മഞ്ജുമോൾ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ കേട്ടോ. പ്രൈസ് മണി എത്രയാണ്? 1 ലക്ഷമാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി ഒരു പുസ്തകത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പൊ ജസ്റ്റ് ഒരു പുസ്തകത്തിന്റെ പേര് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ പുസ്തകം രചിച്ചത് ബിജു പ്രഭാകർ ആണ്. പുസ്തകത്തിന്റെ പേര് ഇതാണ്, നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ. ഇദ്ദേഹം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് ചുമതലകൾ വഹിച്ച വ്യക്തിയാണ്, ജില്ലാ കളക്ടറൊക്കെ ആയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ബിജു പ്രഭാകർ ആണ് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. സോ അതുകൂടെ ഓർത്തു വയ്ക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഇതാണ്, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023-24 2023-24 വർഷത്തെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട ഇൻഡെക്സ് ആണ്. സോ ഈ ഇൻഡെക്സിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മികച്ച പ്രകടനങ്ങളെ പറ്റിയാണ്. കാരണം ഈ ഒരു ഇൻഡെക്സിൽ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ, ഓരോ കാറ്റഗറിയിലും മികച്ച പ്രകടനങ്ങൾ നടത്തിയ പഞ്ചായത്തുകളെ നമ്മൾ നോക്കുവാണ്. ഒരു 10th
ലെവലിലോ അല്ലെങ്കിൽ 12th ലെവലിലോ ഒന്നും ഞാൻ ഈ ക്വസ്റ്റിനെ പറ്റി പറയുന്നില്ല. പക്ഷെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കാൻ ശ്രമിക്കുക. ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023-24 ആണ്. അതിൽ കേരളത്തിലെ മികച്ച പ്രകടനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത്, ഈ ഒരു ഇൻഡെക്സ് പ്രകാരം കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് ഏതാണ്? അത് ചെറുതനയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമതെത്തിയ പഞ്ചായത്ത് ഏതാണ്? എന്താണ് പറഞ്ഞത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമതെത്തിയ പഞ്ചായത്ത് ഏതാണ്? അത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി. ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി. ഇനി അടുത്തത് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് ഏതാണ്? അത് പത്തനംതിട്ട ജില്ലയിലെ നിരണം. കേട്ടോ, പത്തനംതിട്ട ജില്ലയിലെ നിരണമാണ്. ഇനി അടുത്തത് ശിശു സൗഹൃദ പഞ്ചായത്ത്. അപ്പൊ എന്താണ് ശിശു സൗഹൃദ പഞ്ചായത്ത്? ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്ത്. ഏതാണ്? ഒറ്റൂർ പഞ്ചായത്ത്. ഇനി അടുത്തത് ജലസുരക്ഷാ വിഭാഗത്തിൽ മികച്ച പഞ്ചായത്ത് ഏതാണ്? എന്താണ് ജലസുരക്ഷാ വിഭാഗത്തിൽ മികച്ച പഞ്ചായത്ത് ഏതാണ്? അത് തിരുപുറം. അത് തിരുവനന്തപുരം ജില്ലയിലെ തിരുപുറമാണ്. അതേപോലെ തന്നെ ശുചിത്വം ഹരിത വിഭാഗത്തിൽ ഒന്നാമത് വന്ന പഞ്ചായത്ത് ഏതാണ്? തൃത്താല. പാലക്കാട് തൃത്താലയാണ്. വനിതാ സൗഹൃദ പഞ്ചായത്ത്. ഇതാണ് വനിതാ സൗഹൃദ പഞ്ചായത്ത്. അത് കോട്ടുകാൽ. കേട്ടോ, കോട്ടുകാലാണ്. അതും തിരുവനന്തപുരം ജില്ലയിലാണ്. ലാസ്റ്റ് വൺ ഗുഡ് ഗവേണൻസ് അഥവാ നല്ല ഭരണം നടത്തുന്ന പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുമാത്തൂർ. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ആണ്. സോ ഇത്രയും കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ശതാബ്ദി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കേരള നവോത്ഥാനം എടുക്കുമ്പോൾ അവിടെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത് എവിടെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രതിമ എന്ന് പറയുന്നത് ഈ പറയുന്ന തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. സോ അതിന്റെ ശതാബ്ദിയാണ് എന്ത് ചെയ്യുന്നത്? ഈ 2026 ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? തുടക്കം കുറിച്ചിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി അടുത്തത് നമ്മൾ മുൻപൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരിക്കൽ കൂടി ഒരു വാർത്ത കണ്ടതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്തെന്ന് മാത്രം. അതായത് 4 മണിക്കൂർ തുടർച്ചയായിട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബസ് പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്? അതായത് ഇതിന്റെ പ്രത്യേകത കൂടി പറഞ്ഞു. 4 മണിക്കൂർ തുടർച്ചയായിട്ട് വൈദ്യുതി ലഭിക്കാൻ ശേഷിയുള്ള ബസ് പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചേക്കുക. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം PSC ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ് നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന കാര്യങ്ങളൊക്കെ തന്നെ PSC ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. 4 മണിക്കൂർ തുടർച്ചയായിട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്ന് പഠിക്കാം. ഇത് 2 ഘട്ടമായിട്ടാണ്. ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മയിലാട്ടി എന്ന് പറയുന്നത് കാസർഗോഡ് മയിലാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 2026 ഒക്ടോബറോടെ എന്ത് ചെയ്യും? കമ്മീഷൻ ചെയ്യും. അടുത്ത രണ്ടാം ഘട്ടം 2027 സെപ്റ്റംബറിൽ എന്ത് ചെയ്യും? കമ്മീഷൻ ചെയ്യും. അത് ബ്രഹ്മപുരത്താണ്. അപ്പൊ ആദ്യ ഘട്ടം കാസർഗോട്ടെ മയിലാട്ടിയിലും രണ്ടാമത്തെ ഘട്ടം ബ്രഹ്മപുരത്തും ആയിരിക്കും. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്തും ആയിരിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇത് കമ്മീഷൻ ചെയ്യട്ടെ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംവിധാനം വരുന്നു എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോൾ AI കാലമാണ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. സോ സിനിമാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കയറി ചെന്ന് തുടങ്ങി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണ്. മലയാളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണമായി AI നിർമ്മിച്ച ചിത്രം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? മലയാളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണമായി AI നിർമ്മിച്ച ചിത്രം ഏതാണ്? മണികണ്ഠൻ ദി ലാസ്റ്റ് അവതാർ. എന്താണ്? മണികണ്ഠൻ ദി ലാസ്റ്റ് അവതാർ എന്നുള്ള ചിത്രമാണ്. സോ റിലീസ് ചെയ്തിട്ടില്ല. സോ അതിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഇനിയിപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? എന്താണ് പറഞ്ഞത്? ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? അങ്കലേശ്വർ ആണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ അങ്കലേശ്വറിലാണ് എന്ത് ചെയ്തത്? ആരംഭിച്ചത്.
ഇനി അടുത്തത് നമ്മുടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർണായക വിധിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർണായക വിധി സുപ്രീം കോടതി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ അതിജീവിതകളുടെ ഗർഭഛിദ്രത്തിനുള്ള സമയപരിധി ഒഴിവാക്കുന്നതിനായിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് അടുത്തിടെ നിർദ്ദേശിച്ച കോടതി ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ അതിജീവിതകളുടെ ഗർഭഛിദ്രത്തിനുള്ള സമയപരിധി ഒഴിവാക്കുന്നതിനായിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് അടുത്തിടെ നിർദ്ദേശിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതിയാണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് എന്ത് ചെയ്തത്? ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി പഠിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലെ ഈ ഒരു ഗർഭചിത്രത്തിനുള്ള എന്താണ് ഒരു ആഴ്ച എന്ന് പറയുന്നത് 24 ആഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് 24 ആഴ്ചയാണ്. സോ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏതാണ്? അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏതാണ്? സിക്കിമാണെന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്താണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതുപോലെ തന്നെ സിക്കിമിന്റെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് മുഷ്താഖ് ആണ്. അപ്പോൾ ആ ഒരു പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രത്യേക പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന പ്രത്യേക പരിപാടി ഏതാണ്? അപ്പോൾ എന്താണ് ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന പ്രത്യേക പരിപാടി ഏതാണ്? അപ്പോൾ മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത് ആറ്റൻബറോസ് ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ. എന്താണ് മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത് ആറ്റൻബറോസ് ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ എന്നാണ് ഈ ഒരു പരിപാടിയുടെ പേരെന്ന് പറയുന്നത്. സോ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡേവിഡ് ആറ്റൻബറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അതേപോലെ ഒരു ഡോക്യുമെന്ററി അവതാരകനാണ്. സോ അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലൊരു പ്രത്യേക പരിപാടി നടത്തുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം തന്നെ ആയിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് വൻതാര എന്ന് പറയുന്നത്. അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന വൻതാര ഈ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അതായത് മഗ്ദലീന നദീതടത്തിലുള്ള 80 ഹിപ്പപ്പൊട്ടാമസുകളെ കൊല്ലരുതെന്ന് കൊളംബിയയോട് അഭ്യർത്ഥിച്ച് ആനന്ദ് അംബാനി. അതായത് നമുക്കറിയാം ഈ വൻതാരയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ആനന്ദ് അംബാനിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? കൊളംബിയൻ സർക്കാരിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. അതായത് കൊളംബിയയിലുള്ള ഈ ഒരു മഗ്ദലീന നദീതടത്തിലുള്ള 80 ഹിപ്പപ്പൊട്ടാമസുകളെ അവർ കൊല്ലാനായിട്ട് പോവുകയാണ്. കാരണം അവരുടെ പരിസ്ഥിതിക്ക് കുറച്ച് ദോഷമാവുന്നു. കാരണം ഇതിന്റെ എണ്ണം വളരെ കാര്യമായിട്ട് വർദ്ധിച്ചത് കൊണ്ട് ഈ ഒരു 80 ഹിപ്പപ്പൊട്ടാമസുകളെ കൊല്ലാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് അപ്പൊ അതിനെ എന്ത് ചെയ്യാം? വൻതാര ടേക്കോ എന്ത് ചെയ്യാം? അവരെ എടുത്തോളാം, അതിനെ സംരക്ഷിച്ചോളാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആനന്ദ് അംബാനി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് വാർത്താ പ്രാധാന്യം നേടിയതാണ്. സോ അതുകൊണ്ട് തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മഗ്ദലീന നദീതടം എന്ന് പറയുന്നത് കൊളംബിയയിലാണ്. ഈ ഒരു ഹിപ്പപ്പൊട്ടാമസുകളെ കൊല്ലരുത്, അതിനെ എന്ത് ചെയ്തോളാം? സംരക്ഷിച്ചോളാം എന്ന് ഈ ഒരു കൊളംബിയയോട് അഭ്യർത്ഥിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് അംബാനിയാണ്. ആനന്ദ് അംബാനി സ്റ്റാർട്ട് ചെയ്ത വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് വൻതാര എന്ന് പറയുന്നത്. അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സൈനികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായിട്ടുള്ള പ്രഗതിയുടെ വേദി 2026 പ്രഗതി എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിന് വേദിയാകുന്നത് എവിടെ എന്നാണ്? ഉംറോയിയാണ്. മേഘാലയയിലെ ഉംറോയി ആണെന്നുള്ള കാര്യം പഠിക്കുക. നമ്മുടെ ഇന്ത്യൻ കരസേനയാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നുള്ള കാര്യം ഓർക്കുക. ഇവർ ആതിഥേയത്വം വഹിക്കുന്ന പ്രഗതി എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ എഡിഷൻ ആണ്. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതിനൊപ്പം തന്നെ ഈ ഒരു പ്രഗതിയുടെ പൂർണ്ണരൂപം കൂടെ നോക്കണം കേട്ടോ. കാര്യം പ്രഗതിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് റീജിയണൽ ആർമീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. അപ്പൊ എന്താണ് പറഞ്ഞത്? പാർട്ണർഷിപ്പ് ഓഫ് റീജിയണൽ ആർമീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്നുള്ളതാണ് ഈ പറയുന്ന പ്രഗതിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചേക്കുക. അപ്പോൾ നിങ്ങളെ ഞാനിനി ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടാലന്റിന്റെ അറിവിടത്തെ പറ്റി ഒരു പ്രത്യേകിച്ച് ഇനി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. സോ അറിവിടം നിങ്ങളൊക്കെ പഠിച്ചു കാണും, അല്ലെങ്കിൽ പഠിക്കാത്ത ആൾക്കാർ കാണും. എന്തായാലും PSC പരീക്ഷയിൽ SCRT മേഖല എന്നുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. ആ ചോദ്യങ്ങളെ കൃത്യമായിട്ട് നേരിടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഓരോ പാഠത്തിന്റെയും കൃത്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാക്ടീസ് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്കാണ്. ഏകദേശം 4300-ലധികം ചോദ്യങ്ങളുണ്ട്. അതായത് 2300-ലധികം സോഷ്യലും 1800-ലധികം സയൻസ് ചോദ്യങ്ങളുണ്ട്. ഇനി അതിന് പുറമെ തന്നെ റീസെന്റ് ആയിട്ട് PSC ചോദിച്ച SCRT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഒന്ന് പർച്ചേസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് 2 അവാർഡുകളെ പറ്റിയായിരുന്നു. ഒന്നെന്ന് പറയുന്നത് MBA വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡാണ്. അവാർഡ് കിട്ടിയത് സുനിതാ കൃഷ്ണനാണ്. ദെൻ അതിനുശേഷം പറഞ്ഞ അവാർഡ് എന്ന് പറയുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2026. അതിനർഹയായ മലയാളി ആരെന്നാണ്, VS മഞ്ജുമോൾ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയത് ബിജു പ്രഭാകർ ആണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു ഇൻഡെക്സ് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. അതായത് 2023-24 വർഷത്തെ പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതിലെ കേരളത്തിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് ചെറുതനെയാണെന്ന്. അതിനൊപ്പം തന്നെ ജലസുരക്ഷാ വിഭാഗത്തിൽ തിരുവുറം, ശുചിത്വം കരുത വിഭാഗത്തിൽ തൃത്താല, വനിതാ സൗഹൃദത്തിൽ കോട്ടുകാൽ, നല്ല ഭരണത്തിനാണെങ്കിൽ കുറുമാത്തൂർ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു അല്ലെ. ദെൻ അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തില് കടലുണ്ടിയും ആരോഗ്യ മേഖലയിലെ നിരണവും ശിശു സൗഹൃദ പഞ്ചായത്താണ് ഒറ്റൂരും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഒന്ന് കാര്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട, ഒരു പ്രതിമയുടെ ശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത് തലശ്ശേരിയിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്, ബസ് അഥവാ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് ഏത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു. നമ്മുടെ കേരളമാണ്. 2 ഘട്ടമായിട്ടാണ്. ആദ്യത്തെ ഘട്ടം ഈ വർഷവും അടുത്ത ഘട്ടം രണ്ടാമത്തെ ഘട്ടം 2027 ആയിരിക്കും നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞത് മലയാളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണമായി AI നിർമ്മിച്ച ചിത്രം ഏതാണെന്ന് പറഞ്ഞു. മണികണ്ഠൻ ദി ലാസ്റ്റ് അവതാർ ആണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. അത് ഗുജറാത്തിലെ അങ്കലേശ്വറിലാണ്. ദെൻ അതിനുശേഷം ഒരു സുപ്രീം കോടതി വിധിയാണ് പറഞ്ഞത് അല്ലെ. അതായത് പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ അതിജീവിതകളുടെ ഗർഭചിത്രത്തിനുള്ള സമയപരിധി ഒഴിവാക്കുന്നതിനായിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ചത് ആരാണ്, സുപ്രീം കോർട്ടാണ്. ദെൻ അതിനുശേഷം ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമാണ്. അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു, അതായത് പരിപാടി പറഞ്ഞു. അതായത് മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത്, ആറ്റൻബറോസ് ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു പരിപാടി പറഞ്ഞു. അതായത് ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഈ പറഞ്ഞത്. അതിനുശേഷം മഗ്ദലീന നദീതടത്തിൽ നിന്നുള്ള 80 ഹിപ്പോപ്പൊട്ടാമസുകളെ കൊല്ലരുതെന്ന് കൊളംബിയോട് അഭ്യർത്ഥിച്ചത് ആരാണ്, ആനന്ദ് അംബാനിയാണ് അല്ലെ. ആ ഹിപ്പോപ്പൊട്ടാമസുകളെ ഇവിടെ വൻതാരയിൽ സംരക്ഷിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സൈനികാഭ്യാസം പറഞ്ഞു. പ്രഗതി എന്ന് പറയുന്ന സൈനികാഭ്യാസം 2026 നമ്മുടെ ഇന്ത്യൻ കരസേനയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘാലയയിലെ ഉംറോയിലാണെന്നുള്ള കാര്യം കൂടി പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച നടനുള്ള പുരസ്കാരം ആർക്കെന്നാണ്. മമ്മൂട്ടി, ടൊവിനോ, മോഹൻലാൽ, പൃഥ്വിരാജ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ്. NS മാധവനാണോ, K സച്ചിദാനന്ദനാണോ, പ്രഭാവർമ്മയാണോ, S ഹരീഷ് ആണോ. സോ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട 2026 ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആര് എന്നാണ്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് രൺബീർ കപൂർ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2027 സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതായത് 2027 സെൻസസ് നടപടികൾ എളുപ്പമാക്കുന്നതിനായിട്ട് ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ പുറത്തിറക്കിയ ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് എന്നുള്ളതാണ്. അപ്പോൾ അത് 1855 എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഈ ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി പഠിക്കുക. കാരണം ഇനി അങ്ങോട്ടൊക്കെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. മെയ് 2, 3 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.